എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ജാമാണ്. നെല്ലിക്ക ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ. സാധാരണ കുട്ടികൾക്കൊക്കെ നെല്ലിക്ക കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നെല്ലിക്കൊക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ജാമിൻ്റെ ഫോമിലാകുമ്പോൾ കഴിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. നെല്ലിക്ക എന്ന് പറയുമ്പോൾ ഏത് ഫോമിൽ കഴിച്ചാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണല്ലോ. നെല്ലിക്ക ജാം എന്ന് കേൾക്കുമ്പോൾ ടേസ്റ്റ് ഇല്ല എന്ന് വിചാരിക്കേണ്ട കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജാം തന്നെയാണ് ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കണേ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നെല്ലിക്ക ഉപയോഗിച്ചുള്ള ജാം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിരിക്കുന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച നെല്ലിക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം ഒരുപാട് അളവിൽ വേണ്ട, കുറച്ച് തന്നെ മതി. ഇതിപ്പോൾ എണ്ണം പറയണമെന്നുണ്ടെങ്കിൽ 14 നെല്ലിക്ക ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള നെല്ലിക്ക തന്നെയാണ്, ചെറുതും വലുതൊക്കെ ഉണ്ട്. ഇനി ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ കേട്ടോ. കുക്കാവാന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 10-12 മിനിറ്റ് മാക്സിമം അത്രേ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു മെത്തേഡിലല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീമർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നെല്ലിക്ക വെച്ചിട്ട് താഴെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിലും സ്റ്റീം ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അടച്ചു വെക്കാം കേട്ടോ. ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നെല്ലിക്ക ആവശ്യത്തിന് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ വിട്ട് വരണത്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് വിടിയിച്ചെടുക്കാം. പിന്നെ നെല്ലിക്ക എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കേടായ നെല്ലിക്കൊന്നും എടുക്കരുത്. കേടായതാണെന്നുണ്ടെങ്കിൽ ജാം പെട്ടെന്ന് തന്നെ കേടായി പോകും. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക തന്നെ ഉപയോഗിക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ ജാമിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 2.5 കപ്പ് പഞ്ചസാര, അതായത് 1/2 കിലോ പഞ്ചസാര. 1/2 കിലോ നെല്ലിക്കയ്ക്ക് 1/2 കിലോ പഞ്ചസാര, ആ ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നെല്ലിക്ക ആകുമ്പോൾ ഒരു ചവർപ്പ് രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ പഞ്ചസാര കൂടുതലുണ്ടെങ്കിൽ തന്നെയാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരുള്ളൂ. പിന്നെ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു 4 ഏലക്കായ, പിന്നെ ഒരു കഷ്ണം കറുകപ്പട്ട. അപ്പോൾ ഈ കറുകപ്പട്ടയും ഏലക്കായും പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും ഈ കറുകപ്പട്ടയും ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അത് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ പഞ്ചസാരയും കറുകപ്പട്ടയും ഏലക്കായും ഒക്കെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാറ്റി വയ്ക്കാം. ഇപ്പം കണ്ടില്ലേ, നെല്ലിക്ക തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് അടർത്തി എടുക്കാം കേട്ടോ. അതിപ്പോൾ ഏത് ഷേപ്പിൽ മുറിച്ചെടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ അടർത്തി എടുക്കുന്നതായിരിക്കുമല്ലോ എളുപ്പം. കൈ കൊണ്ട് അടർത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അടർത്തിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് അടർത്തിയെടുക്കാം കേട്ടോ. കുരു മാറ്റാം. കത്തി ഉണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കിത് അടർത്തിയെടുക്കാം. എല്ലാം അടർത്തിയെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ അത്. ഇപ്പം ഞാൻ എല്ലാ നെല്ലിക്കയുടെയും കുരുവൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാം ഉണ്ടാക്കാനുള്ള പാത്രം എടുക്കാം. നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ കടായി വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് കടായി ഉപയോഗിക്കാം. പക്ഷേ ഇരുമ്പിൻ്റെ കടായി ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. ഇരുമ്പിൻ്റെ കടായി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെല്ലിക്കയുടെ കളറൊക്കെ മാറും. ഇതിലേക്ക് ഇനി നമുക്ക് പഞ്ചസാരയും ഏലക്കായും കറുകപ്പട്ടയും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി ഈ സെയിം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത നെല്ലിക്ക, വേവിച്ച് അടർത്തിയെടുത്ത നെല്ലിക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇപ്പം ഞാൻ നെല്ലിക്ക വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പഞ്ചസാരയും നെല്ലിക്ക അരച്ചെടുത്തതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ലൂസായിട്ട് തന്നെ വരും. നിങ്ങൾക്ക് ഇതിലേക്ക് ഏലക്കായയും അതുപോലെ കറുകപ്പട്ടയും ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ
പഞ്ചസാര ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ, പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഉരുക്കി വരുമല്ലോ ചൂടാവുമ്പോൾ. ഈ ഏലക്കായും കറുകപ്പട്ടയും ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. മുന്നേ ഞാൻ അമല മുറബ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലും ചേർത്തിരുന്നു. അപ്പം ഒരു പ്രത്യേക ഫ്ലേവറാണ് നെല്ലിക്കയുടെ കൂടെ ഇത് ചേർക്കുമ്പോൾ. ഇപ്പൊ കണ്ടില്ലേ, ഇത് ഉരുക്കി വന്ന് തുടങ്ങിയിട്ടുണ്ട്, ലൂസായി മാറി. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മധുരം ഏകദേശം അറിയാൻ പറ്റുണ്ടോ. ഇപ്പൊ കണ്ടില്ലേ, ഇത് നന്നായിട്ട് തന്നെ ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇതിലിപ്പോ 1-2 കഷ്ണമൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്, ശരിക്ക് അറിയാതെ എടുക്കുന്നത് എടുത്ത് മാറ്റാട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് വരട്ടെ, അതായത് ജാമിന്റെ ഒരു കൺസിസ്റ്റൻസിയിലാവണം ഇത്. അതുവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ട് മാറരുത് കേട്ടോ. കാരണം ഒരുപാട് തിക്കായിട്ട് മാറിയാലും പിന്നെ നമുക്കിത് എന്താ പറയാ കഴിക്കാൻ പറ്റില്ല. കാരണം പഞ്ചസാരയാണല്ലോ, ഒരുപാട് അങ്ങോട്ട് കട്ടിയായിട്ട് മാറും. അപ്പൊ ആവശ്യത്തിന് മാത്രം കട്ടിയായിട്ട് മാറിയാൽ മതി. ഇപ്പൊ ചെറുതായിട്ട് ഇതുപോലെ കുമിളകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് അങ്ങോട്ട് പൊട്ടിത്തെറിക്കൊന്നുമില്ല, കാരണം നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഈ ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടും വരും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നെല്ലിക്ക ജാം ഇതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ട് എടുക്കരുത് കേട്ടോ, പിന്നെ നമുക്ക് ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറും. ഇത് മതി, കണ്ടില്ലേ, ഇങ്ങനെ ഇടുമ്പോൾ ഈ ഒരു രീതിയിൽ വരണം. പിന്നെ ഒരുപാട് ലൂസായിട്ടും ഇരിക്കരുത്, ലൂസായിട്ട് ഇരുന്നാലും ഇത് കേടായി പോകും പെട്ടെന്ന് തന്നെ. അപ്പം ആവശ്യത്തിന് തന്നെ തിക്കാവണം. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് തന്നെ വരും. അപ്പോൾ ഇത് തന്നെ മതി. ഞാനിനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന നല്ലൊരു അടിപൊളി ജാം തന്നെയാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ, അതിനുശേഷം ഞാൻ കാണിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ജാം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒന്നും കൂടി തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കിതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് നോക്കാം. കുറച്ച് ജാം എടുക്കാം. കണ്ടില്ലേ, നമുക്ക് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു തിക്നെസ് ഉണ്ട് കേട്ടോ എപ്പോഴും നല്ലത്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.